ഹായ് ഹലോ എല്ലാവർക്കും മിനീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ അലക്കേഷ്യയും CC പ്ലാന്റും ഒക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സിംഗിൾ പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൊറിയർ ചെയ്യുന്ന DTDC വഴിയും പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയുമാണ്. പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ പ്ലാന്റ്സുകളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് അഗ്ലോണിമ ട്രൈ കളറാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലീഫിലൊക്കെ 3 കളറും നല്ലപോലെ ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ സൈസ് വരുന്ന ട്രൈ കളറിന് റേറ്റ് വരുന്നത് 280 രൂപയാണ്. അടുത്തത് ഒരു പുതിയ വെറൈറ്റിയാണ്. അഗ്ലോണിമ പിങ്ക് കുങ്കുമാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലീഫിൽ ഈ ഒരു ലീഫിൽ കാണുന്ന പോലെ നല്ല ഷെയ്ഡ് കയറി വരും. എല്ലാ പ്ലാന്റ്സിലും അത്രയും ഡാർക്ക് പിങ്ക് കയറി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് കുങ്കുമിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 270 രൂപയാണ്. അടുത്ത അഗ്ലോണിമ സൂപ്പർ റെഡ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല റെഡ് കളറ് കയറിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് സൂപ്പർ റെഡ്. അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റും ഉള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ റെഡിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 290 രൂപയാണ്. അടുത്ത വെറൈറ്റി അഗ്ലോണിമ 10 ക്യാരറ്റ് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന 10 ക്യാരറ്റിന് റേറ്റ് വരുന്നത് 270 രൂപയാണ്. അടുത്തത് പിങ്ക് സോഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത്ര സൈസ് വരുന്ന പിങ്ക് സോഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 230 രൂപയാണ്. അടുത്ത പ്ലാന്റ് അഗ്ലോണിമ ഗ്രീൻ ലിസയാണ്. ഗ്രീൻ ലിസയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ ലീഫിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റിന് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് കണ്ടോ. ചില പ്ലാന്റിലൊക്കെ ഷൂട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസിൽ തന്നെ. അപ്പോൾ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സൈസ് വെക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഗ്രീൻ ലിസ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് റയാൻ ഗോൾഡ് ആണ്. റയാൻ ഗോൾഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. ഇത് എപ്പോഴും മദർ പ്ലാന്റിൻ്റെ ടോപ്പ് കട്ടിംഗ് ആയിട്ട് വരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല സൈസിലാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ സ്റ്റെമ്മിനൊക്കെ നല്ല സൈസുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 380 രൂപയാണ്. അടുത്ത വെറൈറ്റി ഓസ്പീഷ്യസ് പിങ്ക് ആണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഓസ്പീഷ്യസ് പിങ്കിൻ്റെ വന്നിരിക്കുന്നത്. ഒരു പിങ്കും പീച്ചും കൂടെ ചേർന്നിട്ടുള്ളൊരു കളറാണ് ലീഫിൽ വരുന്നത്. അപ്പോൾ ഇത്രയും സൈസുള്ള നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്തത് കൊച്ചിൻ യെല്ലോ ആണ്. അത്യാവശ്യം പുതിയൊരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു യെല്ലോ ഷെയ്ഡ് നല്ലപോലെ ഈ ലീഫിൽ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് ഷെയ്ഡൊക്കെ കയറി തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത്. റേറ്റ് വരുന്നത് 350 രൂപയാണ് കൊച്ചിൻ യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത്. നല്ല യെല്ലോ ഷെയ്ഡ് കയറി വരും കേട്ടോ. അടുത്തത് ജയ്പോങ് റെഡ് ആണ്. ജയ്പോങ് റെഡിൻ്റെ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. നല്ല കളറൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റ് ആണ്. കണ്ടില്ല, നല്ല റെഡ് ഷെയ്ഡൊക്കെ നല്ലപോലെ കയറിയിട്ടുണ്ട് ഈ പ്ലാന്റിൽ. അടുത്തത് ബാർബി പിങ്ക് ആണ്. ബാർബി പിങ്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഹൈറ്റ് കുറവാണ്. ഈ ഒരു ഹൈറ്റൊക്കെയാണ് വരുന്നത്. പക്ഷെ ഒരുപാട് ലീഫോട് കൂടി നല്ലൊരു ബുഷിയായിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. റേറ്റ് വരുന്നത് 240 രൂപയാണ്. അടുത്ത അഗ്ലോണിമ വെറൈറ്റി ഹെങ് ആണ്. ഹെങ്ങിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. നല്ല കളറൊക്കെ കയറി തുടങ്ങിയിട്ടുള്ള വലിയ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന ഹെങ്ങിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 230 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഫയർ റെഡ് ആണ്. ഫയർ റെഡിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് നല്ല കളറൊക്കെ കയറിയിട്ടുള്ള റെഡ് ഷെയ്ഡ് നല്ലപോലെ കയറി തുടങ്ങിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത്ര സൈസ് വരുന്ന ഫയർ റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്.
അടുത്തത് പപ്പായയാണ്. പപ്പായയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പപ്പായയുടെ പ്ലാന്റ് റേറ്റ് വരുന്നത് 220 രൂപയാണ്. കണ്ടില്ല, അത്യാവശ്യം നല്ല സൈസൊക്കെ വന്ന മെച്ചൂർഡ് പ്ലാന്റ് തന്നെയാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് ഡാൽമെൻഷൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിലൊക്കെ പിങ്ക് ഡോട്ട് നല്ലപോലെ കയറി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും സൈസ് വരുന്ന പിങ്ക് ഡാൽമെൻഷൻ്റെ പ്ലാന്റ് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അടുത്തത് സെയിലിനായിട്ടുള്ളത് വൈറ്റ് ലെക്കാച്ചിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്ര സൈസൊക്കെ വരുന്ന വൈറ്റ് ലെക്കാച്ചിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. അടുത്തത് റോട്ടാംഡൻ ടൈഗറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. 7 cm പോട്ടിലാണ് നമുക്ക് പ്ലാന്റ്സ് വന്നേക്കുന്നത്. ഇതിൻ്റെ ലീഫിൽ ഈ ഒരു പിങ്ക് ലൈൻസ് ഒക്കെ കയറി വരുന്നൊരു വെറൈറ്റിയാണ്. മിക്ക പ്ലാന്റ്സിലും ഷൂട്ട്സുകളുണ്ട്. പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ റോട്ടാൻഡൻ ടൈഗർ. ഇതിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. അടുത്തത് അലക്കേഷ്യ ബാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു ഹൈറ്റൊക്കെ ഈ പ്ലാന്റിന് വെക്കുള്ളൂ. ഇതിൻ്റെ ലീഫ് ഈ ഒരു സൈസൊക്കെയാണ്, നല്ല ചെറിയ ലീവ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സൈസ് വരുന്ന ബാമ്പിനോയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 220 രൂപയാണ്. അടുത്ത വെറൈറ്റി അലക്കേഷ്യ കുപ്രിയയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. മദർ പ്ലാന്റ് സൈസ് വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ലീഫിലൊക്കെ നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന അലക്കേഷ്യ കുപ്രിയയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ്. എല്ലാ പ്ലാന്റ്സിലും ഇത്രയും ലീവ്സ് കാണത്തില്ല. 2 ലീഫും 3 ലീഫും ഒക്കെ കാണും. അടുത്തത് CC പ്ലാന്റിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ്. ചില പ്ലാന്റ്സിന് ഹൈറ്റ് ഈ ഒരു ഹൈറ്റൊക്കെ ആയിരിക്കും വരുന്നത്. ചില പ്ലാന്റ്സിന് കുറച്ചുകൂടെ ഹൈറ്റ് കാണും. പിന്നെ പലതും പല സൈസിലാണ് വന്നിരിക്കുന്നത്. ചിലതിന് ഇതുപോലെ 3-4 സ്റ്റെംസൊക്കെ കാണും. അപ്പോൾ തിക്നെസ് കുറവായിരിക്കും സ്റ്റെമ്മിന്. ചില പ്ലാന്റ്സിന് ഇത് ഇതുപോലെ 2 സ്റ്റെമ്മൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ തിക്നെസ്സും ഹൈറ്റും കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ പല സൈസിലാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ സെയിം റേറ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് CCക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ അഗ്ലോണിമയുടെയും കലാത്തിയുടെയൊക്കെ കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഇനിയും അവൈലബിൾ ആണ്. ആ പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.